ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേരെ ഏതായാലും കഴിക്കാൻ പറ്റുള്ള ഒരു ഐറ്റമാണ്. രാവിലേക്കൊക്കെ ആയാലും രാത്രിക്കൊക്കെ ആയാലും അതല്ല കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിനൊക്കെ ആയാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് സേമിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സേമിയ ആദ്യം ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ആദ്യം തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് സേമിയ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത് വന്നിട്ടുള്ള സേമിയ തന്നെയാണ്, വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓവറായിട്ട് വെന്തിട്ട് കുഴഞ്ഞു പോവരുത്. നമുക്കറിയാലോ ഏകദേശം വേവ് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് നിർത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അത് മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നെയ്യിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നെയ്യിൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോൾ ഈ ഒരു ഉപ്പുമാവിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ സേമിയ മറന്നു പോകരുത് കേട്ടോ. അത് കുക്ക് ചെയ്യാൻ വെച്ചത് മറന്നു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ആയിട്ട് നമുക്കത് വെള്ളമൊക്കെ വാർത്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടുന്ന സമയത്ത് പിന്നെ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർക്ക് ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. ചെറിയ ജീരകം വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പൊട്ടുകടലയുടെ കൂടെ തന്നെ നമുക്ക് നിലക്കടല, അണ്ടിപ്പരിപ്പ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പൊട്ടുകടലയും ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടുകടലയ്ക്ക് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. പിന്നെ കുറച്ച് നിലക്കടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമല്ലോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഈ സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് ഞാൻ വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതെല്ലാം അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്നും ഒരുപാടായാലും ഇതിൽ പെട്ടെന്ന് തന്നെ മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇത്ര പണിയുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന്. പിന്നെ നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലൊക്കെ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്